കേരളത്തിലെന്നല്ല ലോകത്തെവിടെയും വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ പ്രണയിക്കുകയും ആ പ്രണയത്തിൻ്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി ചിലപ്പോഴെങ്കിലും മതം മാറുകയും ചെയ്യാറുണ്ട്. അതൊരു പുതിയ കാര്യമല്ല. അങ്ങനെ മതം മാറിയെങ്കിലേ വിവാഹം ചെയ്യൂ എന്ന് പുരുഷന്മാർ ശഠിക്കുന്നിടത്ത് പലപ്പോഴും സ്ത്രീകൾ അതിന് വശംവദരാവുകയും അതുകൊണ്ട് തന്നെ പ്രണയവുമായി ബന്ധപ്പെട്ട മതം മാറ്റങ്ങളിൽ കൂടുതൽ എണ്ണം സ്ത്രീകളുടേതായി തീരുകയും ചെയ്യുന്നു എന്നതും സ്വാഭാവികമാണ്. ഇവിടെ ഈ പ്രശ്നം ചർച്ച ചെയ്യപ്പെടുന്ന സമയത്ത് PC ജോർജ് എന്ന് പറയുന്ന BJPയുടെ ശബ്ദമായ ഏറ്റവും കടുത്ത വർഗീയ വിദ്വേഷ പ്രചാരണങ്ങളിലൂടെ നമ്മുടെ സാമൂഹിക മണ്ഡലത്തെയും രാഷ്ട്രീയ മണ്ഡലത്തെയും മലീമസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തി, അയാളുടെ മകൻ ഷോൺ ജോർജ് വിവാഹം ചെയ്തത് ഹൈന്ദവ കുടുംബാംഗമായ ജഗദീഷ് ശ്രീകുമാറിൻ്റെ മകൾ പാർവതിയെയാണ്. പക്ഷേ പാർവതിക്ക് തൻ്റെ പ്രണയം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി പാരമ്പര്യ മതത്തെ കൈയൊഴിയേണ്ടി വരികയും ക്രൈസ്തവ മതത്തിലേക്ക് ചേക്കേറുകയും അൽഫോൻസ എന്ന പേര് സ്വീകരിക്കേണ്ടി വരികയും ചെയ്തു. മതം മാറിയെങ്കിലേ ഈ വിവാഹം നടക്കുകയുള്ളൂ എന്ന് PC ജോർജ് ശഠിച്ചു എന്ന് ജഗദീഷ് ശ്രീകുമാർ അതേക്കുറിച്ച് പിന്നീട് പറയുന്നതും നമ്മൾ കേട്ടതാണ്. ഇങ്ങനെ പ്രണയ സാക്ഷാത്കാരത്തിൻ്റെ പേരിൽ നിർബന്ധിച്ചു തന്നെയും ചിലപ്പോഴെങ്കിലും മതം മാറ്റങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്ത്യയിലെമ്പാടും ഇത്തരം മതം മാറ്റങ്ങൾ നടക്കുകയും ചെയ്യുന്നുണ്ടാകാം. പക്ഷേ എന്തുകൊണ്ടാണ് കേരളത്തിൽ മാത്രം ഇത് ഇടയ്ക്കിടെ ഉയർന്നു വരികയും അതൊരു വലിയ വിവാദവും ചിലപ്പോഴെങ്കിലും വലിയ തർക്കങ്ങളുമായി വികസിക്കുകയും ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ക്രൈസ്തവ സഭ പോലും ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്യുകയോ അതിൽ പ്രതികരിക്കുകയോ ചെയ്യാതിരുന്നത്?